ഫോൺ വാങ്ങിച്ച് ആദ്യം ഫോൺ എടുത്ത്. അപ്പം ഞാൻ ഈ ഫോൺ എടുത്തെറിഞ്ഞ ഇതിൽ ഞാൻ ഫോൺ പൊട്ടിയോ എന്നുള്ള ഇതിൽ ആ ഒരു സൈഡിലോട്ട് നോക്കുന്ന സമയത്തിന് ഇവനെന്നെ പഞ്ച് ചെയ്തത്. ഞാൻ മാലീസിൽ ഗത്തൂല് വർക്ക് ചെയ്യുന്ന ടീച്ചറാണ്. അപ്പോൾ ന്യൂസിലൊക്കെ സ്ക്രോൾ ആയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഇൻസിഡൻറ്റിൻ്റെ വിക്ടിം ഞാനാണ്. എൻ്റെ പേര് സ്മിത എന്നാണ്. ഞാൻ കേരളത്തിൽ നിന്നാണ്. ഇവിടെ ഞാൻ വന്നിട്ട് ഇപ്പോൾ 1 വർഷം ആവുന്നുള്ളൂ. ഇന്നലത്തെ ഇൻസിഡൻറ്റ് പറഞ്ഞാൽ, ഇന്നലെ ആ കുട്ടികളെ ഗ്രേഡ് 8 കുട്ടികളെ ഞാൻ ലാബിൽ കൊണ്ടുവന്നിരുത്തി. അവർ 2 റോ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ഫസ്റ്റ് റോയിൽ ഞാൻ ചെക്ക് ചെയ്തിട്ട് സെക്കൻഡ് റോയിൽ ഈ കുട്ടി ഇരിക്കുന്ന ആ ഒരു സ്ഥലത്തെത്തിയപ്പോൾ അവൻ ഗെയിം കളിക്കാറാണ്. സാധാരണ അവൻ അങ്ങനെ ചെയ്യാറുണ്ട് ലാബിൽ. അപ്പം ഞാൻ അവനെ വിലക്കാറുണ്ട്. കാരണം ഒരു കുട്ടി ഗെയിം കളിക്കുന്നത് കണ്ടാൽ ബാക്കി എല്ലാവരും ഗെയിം കളിച്ചു തുടങ്ങും. പിന്നെ അവരുടെ വർക്കൊന്നും അവർ ചെയ്യാറില്ല. അപ്പോൾ അവൻ ഗെയിം കളിക്കുന്നത് ഞാൻ വിലക്കാറുണ്ട്. സാധാരണ അത് കഴിയുമ്പോൾ ഞാൻ വീണ്ടും അടുത്ത റൗണ്ടിന് പോയിട്ട് വരുമ്പോൾ അവൻ വീണ്ടും മിക്കവാറും ഗെയിമിൽ തന്നെ ആയിരിക്കും. അപ്പോഴേ ഞാൻ ക്ലോസ് ചെയ്തിട്ട് പോകാറാണുള്ളത്. ഇന്നലെ അതുപോലെ ഞാൻ ചെന്നപ്പോൾ ഗെയിം കളിക്കുകയാണ്. ഞാൻ ചെന്നപ്പോൾ മോട്ടർ ഓഫ് ചെയ്തു. ഞാനവിടെ മോട്ടർ ഓൺ ചെയ്യാൻ പറഞ്ഞിട്ട് അവൻ ചെയ്തില്ല. പിന്നെ അവനോട് നീങ്ങിയിരിക്കാൻ പറഞ്ഞിട്ട് ഞാൻ ഓൺ ചെയ്ത് നോക്കിയപ്പോൾ എന്തോ ഒരു സൈറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഗെയിമിംഗ് ആണ്. ഞാനത് ക്ലോസ് ചെയ്തു. ഞാൻ പറഞ്ഞു ഞാൻ വീഡിയോ എടുത്തിട്ട് ഞാൻ ഇൻഫോം ചെയ്യും ടീച്ചേഴ്സിനെ, അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ അവൻ പെട്ടെന്ന് എണീറ്റിട്ട് എൻ്റെ ഫോൺ വാങ്ങിച്ച് ആദ്യം ഫോൺ എടുത്ത്. അപ്പം ഞാൻ ഈ ഫോൺ എടുത്തെറിഞ്ഞ ഇതിൽ ഞാൻ ഫോൺ പൊട്ടിയോ എന്നുള്ള ഇതിൽ ആ ഒരു സൈഡിലോട്ട് നോക്കുന്ന സമയത്തിന് ഇവനെന്നെ പഞ്ച് ചെയ്ത് കഴിഞ്ഞു. പഞ്ച് ചെയ്തപ്പോൾ എനിക്ക് പെട്ടെന്ന് എവിടെ നിന്നാണ് ഈ ഇടി കിട്ടിയതെന്ന് എനിക്ക് വരുന്നില്ല. അപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, സ്റ്റക്ക് ആവുന്നില്ല. അതിനോടിടയ്ക്ക് അവൻ ഒരു 3-4 ഇടി എൻ്റെ മൂക്കിൽ ഇടിച്ചു. പിന്നെ ഞാൻ പെട്ടെന്ന് തിരിഞ്ഞപ്പോഴത്തേക്ക് തലയുടെ ബാക്ക് സൈഡിലും മുടി പിടിച്ച് വലിച്ചിട്ട് 2-3 ഇടി ഇടിച്ചു. പിന്നെ ഞാൻ അവിടെ നിന്ന് 3-4 ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. അവരാണ് എന്നെ വലിച്ച് പുറത്തോട്ട് കൊണ്ടുപോയത്. ഞാൻ ആകെപ്പെടെ സ്റ്റക്കായിപ്പോയി. അത്രയും 4 ടീച്ചേഴ്സും അവിടെ ഉള്ളത് കൊണ്ടാണ് ഈ ഇൻസിഡന്റ് ഇതിൽ അവസാനിച്ചത്. അല്ലെങ്കിൽ അതിലും മേലെ പോയേനെ ചിലപ്പോൾ. പിന്നെ അത്രയും കുട്ടികൾ അവിടെ ഇരിക്കുകയാണ്. 20 മേലെ കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ പുറത്ത് വരുമ്പോഴാണ് ഇൻസിഡന്റ് എല്ലാവരും അറിയുന്നതും. പിന്നെ നേരെ ഹോസ്പിറ്റലിൽ പോകുന്നു. അവിടുത്തെ ഹോസ്പിറ്റലിൽ സൗകര്യങ്ങളൊക്കെ കുറവായതുകൊണ്ട് അടുത്തുള്ള ഒരു ഐലൻഡ് തിന്നതു അവിടേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇവിടെ വന്നിട്ട് എക്സ്റേ എടുത്തപ്പോഴാണ് ഫ്രാക്ചർ ഉണ്ട്. ഇപ്പോൾ ഫ്രാക്ചറിൽ എന്തെങ്കിലും ഫ്രാക്ചർ ആയിടത്ത് എന്തെങ്കിലും ഡീവിയേഷൻ ഉണ്ടോ എന്നറിയാൻ ഇന്ന് രാവിലെ CT സ്കാൻ എടുക്കണം പറഞ്ഞു. CT സ്കാൻ എടുത്തപ്പോൾ ചെറിയ ഡീവിയേഷൻ ഉണ്ട്. അതൊരു ചെറിയൊരു സർജറി പ്രൊസീജിയർ വേണം എന്ന് പറഞ്ഞു. അതിപ്പോൾ വിത്തിൻ 10 days അത് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇൻസിഡന്റ് കൊണ്ട് ഞാൻ ഓൾറെഡി February 1 റെസിഗ്നേഷൻ ഇവിടെ കൊടുത്തതാണ്. 3 മാസം നോട്ടീസ് പീരീഡ് ആയതിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. April 30 എൻ്റെ ലാസ്റ്റ് ഡേറ്റ്. അത് കഴിയുമ്പോൾ ഇപ്പം ഇവിടുത്തെ കേസിലായാലും ഞാനിപ്പോൾ അത് കഴിഞ്ഞു, ഞാൻ പോയി കഴിഞ്ഞു. പക്ഷെ ഇവിടെ നിൽക്കുന്ന ടീച്ചേഴ്സിന് ഇത് ഇനി ഇങ്ങനൊരു അനുഭവം ഉണ്ടാവരുതെന്നുള്ള രീതിയിലാണ്. അതുപോലെ തന്നെ ഞാൻ അനുഭവിച്ചൊരു ഫിസിക്കൽ മെന്റൽ ട്രോമ ഉണ്ട്. അപ്പം അതിന് എനിക്കിപ്പോൾ സർജറി ചെയ്യണമെങ്കിലും അല്ല, എനിക്കൊരു മോണിറ്ററി ആയാലും അല്ലാത്ത മെന്റലി ആയാലും എനിക്കൊരു സപ്പോർട്ട് ഇവിടെ മിനിസ്ട്രിയിൽ നിന്ന് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അങ്ങനെ ഇനി ഒരു ടീച്ചേഴ്സിനും ഇങ്ങനൊരു സംഭവം, ഇങ്ങനൊരു അനുഭവം ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ മിനിസ്ട്രിയുടെ ഭാഗത്തുനിന്നും സ്കൂളിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അത്രയാണ് എനിക്ക് പറയാനുള്ളത്.